ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ടു വെക്കാൻ വേണ്ടി ഒത്തിരി സ്ഥലമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഓടിപ്പോയി പറിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ നട്ടു വെച്ചേർന്നതാണ് ഈ ചീര. ഒരുപാടൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ചുവപ്പ് ചീരയുണ്ട്, പച്ചച്ചീരയുണ്ട്. ഞാൻ ചുവപ്പ് ചീര മാത്രം എടുത്താട്ടോ തോരൻ വെക്കണേ. രണ്ടും കൂടെ ഒരുമിച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ ഇവിടെ വേസ്റ്റാണ്. അപ്പോൾ പച്ചച്ചീര അങ്ങനെ തന്നെ വെച്ചാൽ വാടിപ്പോവും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു. അതിൻ്റെ വെള്ളമൊക്കെ തോർന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ട് ശരിക്കും അതിൻ്റെ വെള്ളം നന്നായിട്ട് തോർത്തി കളഞ്ഞ്, നനവൊന്നും പാടില്ല. എന്നിട്ടത് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചു. അങ്ങനെ വെക്കുമ്പോൾ ഒരു 3-4 ദിവസം വാടാണ്ട് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ ഇരുന്നോളൂ കേട്ടോ. മറ്റേ പോലെ നമ്മൾ മുഴുവനെ വെക്കുമ്പോൾ ചിലപ്പോൾ വാടിപ്പോവും. എന്നിട്ട് ബാലൻസ് ഉണ്ടായിരുന്ന ചുവപ്പ് ചീര കുറച്ചേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇത് തന്നെ മതി, പിള്ളേരും ഞാനും മാത്രമേ ഉള്ളൂ. ആ ചുവപ്പ് ചീര ഞാൻ തോരൻ വെച്ചെടുത്തു. അപ്പോൾ ഉച്ചയൂണിൻ്റെ സമയമായി. അപ്പോൾ ഇന്ന് വേറെ കറിയൊന്നുമില്ല. ചീര നമ്മുടെ ഉള്ളി വറുത്തരച്ച് വെച്ചത്, അതായത് ഉള്ളി തീയൽ, ഞങ്ങൾ ഉള്ളിക്കറി എന്നാണ് പറയാറ് കേട്ടോ. ഉള്ളിക്കറിയും കുറച്ച് ചീരത്തോരനും, പിന്നെ ഞാൻ ഇന്നലെ ഇച്ചിരി മാങ്ങ അച്ചാർ ഇട്ടായിരുന്നു. എനിക്ക് ഈ അച്ചാർ മാത്രം മതിയിട്ട് ചോറുണ്ണാൻ, വേറെ ഒന്നും വേണമെന്നില്ല. അങ്ങനെയും മാങ്ങ അച്ചാറും. അപ്പോൾ ഇത് മൂന്നുമാണ് ഇന്ന് ഉച്ചയ്ക്ക്. വേണമെങ്കിൽ കുറച്ച് തൈരും കൂടെ